ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു നോളജ് സെന്റർ. ഈ ഒരു ക്ലാസ് നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിന്റെ കണ്ടിന്യൂഷൻ ആണ് കേട്ടോ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 6th ബേസിക് സയൻസിലെ മൂന്നാമത്തെ ചാപ്റ്റർ ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. നിവർന്നു നിൽക്കാന്നുള്ള ചാപ്റ്റർ ആണ്. അപ്പോ ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ ഒരുപാട് എക്സാംസിന്റെ നോട്ടിഫിക്കേഷൻ ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും നമ്മുടെ ഈ ഒരു SCERT എന്നുള്ള ഭാഗം നന്നായിട്ട് തന്നെ കവർ ചെയ്യാൻ ശ്രമിക്കട്ടോ. SCERT നമുക്ക് ജസ്റ്റ് ഈ ഒരു ക്ലാസ് കേട്ടിട്ടോ അല്ലെങ്കിൽ റീഡ് ചെയ്തിട്ടോ ഒന്നും പഠിക്കാൻ കഴിയണമെന്നില്ല. ജസ്റ്റ് നമ്മൾ ക്ലാസ് കേൾക്കുമ്പോൾ തന്നെ ഇമ്പോർട്ടന്റ് ആണെന്ന് പറയുന്ന കാര്യങ്ങൾ ആ ടൈമിൽ തന്നെ നോട്ട് ചെയ്യട്ടോ. പിന്നീട് എക്സാമിന്റെ ടൈമിൽ ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്താൽ മതി. അതുപോലെ തന്നെ നമ്മുടെ ടെലഗ്രാമിൽ ജോയിൻ ചെയ്യാത്തവർ ഉടൻ തന്നെ ജോയിൻ ചെയ്യണേ. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നിവർന്നു നിൽക്കാം എന്നുള്ള ഈ ഒരു ചാപ്റ്ററിന്റെ ഈ ഒരു ഭാഗത്താട്ടോ നമ്മൾ എത്തിയിട്ടുണ്ടായിരുന്നത്. ഇവിടെ തന്നിട്ടുള്ള ടേബിൾ ഒക്കെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അടുത്തതാണ് പിവറ്റ് സന്ധി. കഴുത്തിലെ അസ്ഥിസന്ധിയുടെ പ്രത്യേകത എന്താണ്? ചലിപ്പിച്ചു നോക്കൂ. കഴുത്തു മുന്നോട്ടും പിന്നോട്ടും ഇടത്തോട്ടും വലത്തോട്ടും ചലിപ്പിക്കാൻ സാധിക്കുന്നില്ലേ? എത്രമാത്രം തിരിക്കാൻ കഴിയുന്നുണ്ട്? ഇത്തരം അസ്ഥിസന്ധിയാണ് പിവറ്റ് സന്ധി. അപ്പൊ എന്താ ഇവിടെ പറഞ്ഞിട്ടുള്ളത്? കഴുത്തിലെ അസ്ഥിസന്ധിയാണ് പിവറ്റ് സന്ധി. പിവറ്റ് എന്ന വാക്കിന്റെ അർത്ഥം മലയാളത്തിൽ അച്ചുതണ്ട് എന്നാണ് കേട്ടോ. അതായത് ഒരു അസ്ഥി മറ്റൊരു അസ്ഥിയുടെ ചുറ്റും ചുഴലാൻ സഹായിക്കുന്ന അസ്ഥിയാണിത്. അപ്പോ നമ്മുടെ കഴുത്തിൽ കാണുന്ന അസ്ഥിയാണ് പിവറ്റ് സന്ധി. ഇത് കാരണമാണ് ഇതുള്ളത് കൊണ്ടാണ് നമുക്ക് കഴുത്ത് മുന്നോട്ടും പിന്നോട്ടും ഇടത്തോട്ടും വലത്തോട്ടും ഒക്കെ ചലിപ്പിക്കാൻ സാധിക്കുന്നത്. അപ്പോ നമ്മുടെ കഴുത്തിൽ മാത്രമല്ല കൈമുട്ടിലെയും സന്ധി പിവറ്റ് സന്ധിയാണ് കേട്ടോ. ഇനി ഇവിടെ സന്ധിയും ശരീരഭാഗവും എന്നതിന്റെ പ്രത്യേകതയും കൊടുത്തിട്ടുണ്ട്. പിവറ്റ് സന്ധി ശരീരഭാഗം കഴുത്താണ്. അതുപോലെ പ്രത്യേകത എന്താണ്? ഒരസ്ഥി മറ്റൊന്നിൽ മുന്നോട്ടും പിന്നോട്ടും വശങ്ങളിലേക്കും തിരിയുന്നു. ഇനി ഇവിടെ ഒരു പൗഡർ ടിൻ ഉപയോഗിച്ച് പിവറ്റ് സന്ധിയുടെ ഒരു മാതൃക ഉണ്ടാക്കാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആട്ടോ ഇവിടെ പറയുന്നത്. അടുത്ത ഹെഡിങ് ആണ് അസ്ഥിഭംഗം അല്ലെങ്കിൽ ഫ്രാക്ചർ. ചിത്രം നോക്കൂ. കുട്ടിയുടെ വലതുകൈ ശ്രദ്ധിക്കൂ. എന്താണ് പറ്റിയത്? ഇത്തരം പ്രശ്നങ്ങൾ നിങ്ങളിൽ ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് ഇങ്ങനെ കെട്ടിവെക്കേണ്ടി വരുന്നത്? അപ്പോ ഇവിടെ തന്നിട്ടുള്ള ചിത്രത്തിൽ ഒരു കുട്ടിയുടെ ചിത്രമാണ് അല്ലെ. ഇവിടെ ആ കുട്ടിയുടെ വലതു കൈക്ക് പരിക്കേറ്റതായിട്ടും അതുപോലെ ഒരു സ്ലിംഗ് തുണി വെച്ച് കെട്ടിവെച്ചതായിട്ടും കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ പരിക്കേറ്റ ഭാഗം കെട്ടിവെക്കുന്നത്? പരിക്കേറ്റ അസ്ഥിയെ ചലിക്കാതെ ഉറപ്പിച്ചു നിർത്താൻ വേണ്ടിയാണ് ഇങ്ങനെ കെട്ടിവെക്കുന്നത്. ചിത്രത്തിൽ കാണുന്നത് പോലുള്ള എക്സ്റേ ഷീറ്റ് നിങ്ങൾ കണ്ടിട്ടില്ലേ? ഏത് ഭാഗത്തിന്റെ ചിത്രമാണ് ഷീറ്റിൽ കാണുന്നത്? ചിത്രത്തിൽ കാണുന്ന അസ്ഥിക്ക് ഒടിവോ പൊട്ടലോ സംഭവിച്ചിട്ടുണ്ടോ? അപ്പൊ നമുക്ക് ഇവിടെ എക്സ്റേ ഷീറ്റ് നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ. അപ്പോ ഏത് ഭാഗത്തിന്റെ ചിത്രമാണ് ഷീറ്റിൽ കാണുന്നത്? കൈയിലെയോ കാലിലെയോ പോലുള്ള നീളമുള്ള ഒരു അസ്ഥിയുടെ ചിത്രമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു റെഡ് ലൈൻ കൊടുത്തിട്ടില്ലേ? അത് നമുക്ക് ഈ ഒരു അസ്ഥിക്ക് ഒരു പൊട്ടൽ സംഭവിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കാം. ഇനി ഇവിടെ ഒരു ബോക്സ് കൊടുത്തിട്ടുള്ളതാണ് അസ്ഥിഭംഗം അല്ലെങ്കിൽ ഫ്രാക്ചർ. അസ്ഥിക്ക് സംഭവിക്കുന്ന പൊട്ടലിനും ഒടിവിനും അസ്ഥിഭംഗം എന്ന് പറയുന്നു. അസ്ഥിഭംഗം 3 തരത്തിൽ സംഭവിക്കാം. അസ്ഥിക്ക് പൊട്ടലോ ഒടിവോ ഉണ്ടാവുകയോ അസ്ഥികൾക്ക് സ്ഥാനഭ്രംശം സംഭവിക്കുകയോ ചെയ്യുന്ന അസ്ഥിഭംഗമാണ് ലഘുഭംഗം. എന്താ പറഞ്ഞിട്ടുള്ളത്? 3 വിധത്തിലുള്ള അസ്ഥിഭംഗം ഉണ്ട്. അസ്ഥിക്ക് പൊട്ടലോ ഒടിവോ ഉണ്ടാവുകയോ അതുപോലെ അസ്ഥികൾക്ക് സ്ഥാനഭ്രംശം സംഭവിക്കുകയോ സ്ഥാനമാറ്റം സംഭവിക്കുകയോ ചെയ്യുന്ന അസ്ഥിഭംഗമാണ് ലഘുഭംഗം അല്ലെങ്കിൽ സിമ്പിൾ ഫ്രാക്ചർ. അടുത്തത് എന്താണ്? അസ്ഥി പൊട്ടി മാംസപേശികളെ തുളച്ച് പുറത്തേക്ക് വരുന്ന അസ്ഥിഭംഗമാണ് വിഷമഭംഗം. എന്താണ്? അസ്ഥി പൊട്ടി മാംസപേശികളെ തുളച്ച് പുറത്തേക്ക് വരുന്ന അസ്ഥിഭംഗമാണ് എന്ത്? വിഷമഭംഗം അല്ലെങ്കിൽ കോമ്പൗണ്ട് ഫ്രാക്ചർ. ഇതിൽ അസ്ഥിഭംഗത്തോടൊപ്പം പുറമേക്ക് മുറിവും ഉണ്ടായിരിക്കും. അപ്പൊ എന്താണ്? കോമ്പൗണ്ട് ഫ്രാക്ചർ അല്ലെങ്കിൽ വിഷമഭംഗത്തിൽ എന്താണ്? അസ്ഥിഭംഗത്തോടൊപ്പം എന്താണ്? പുറമേക്ക് മുറിവും കാണാം എന്നാണ്. അടുത്തത് ശരീരത്തിലെ ആന്തരാവയവങ്ങൾക്ക് സമീപം സംഭവിക്കുന്ന വിഷമഭംഗമാണ് സങ്കീർണ ഭംഗം എന്ന് പറഞ്ഞാൽ കേട്ടോ. കോംപ്ലിക്കേറ്റഡ് ഫ്രാക്ചർ. അപ്പൊ എന്താ പറഞ്ഞത്? ശരീരത്തിലെ ആന്തരാവയവങ്ങൾക്ക് സമീപം സംഭവിക്കുന്ന വിഷമഭംഗമാണ് സങ്കീർണ ഭംഗം. അപ്പോൾ ഇത്തരം സന്ദർഭങ്ങളിൽ അസ്ഥിയൊടിന് ആന്തരാവയവങ്ങൾക്ക് ക്ഷതം സംഭവിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ 3 വിധം അസ്ഥിഭംഗങ്ങൾ പറഞ്ഞു. ഏതൊക്കെയാണ്? സിമ്പിൾ ഫ്രാക്ചർ, കോമ്പൗണ്ട് ഫ്രാക്ചർ ആൻഡ് കോംപ്ലിക്കേറ്റഡ് ഫ്രാക്ചർ. അപ്പോ ഇത് തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കണം കേട്ടോ. അടുത്തതായിട്ട് എക്സ്റേ എന്താണെന്നാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. 1895 ജർമ്മൻ ഭൗതിക ശാസ്ത്രജ്ഞനായ വിൽഹം കോൺറാഡ് റോൺജൻ ആണ് എക്സ്റേ കണ്ടെത്തിയത്. അപ്പൊ ആരാണ്? 1895 ജർമ്മൻ ഭൗതിക ശാസ്ത്രജ്ഞനാണ് കേട്ടോ. അപ്പൊ വിൽഹം കോൺറാഡ് റോൺജൻ ആണ് എക്സ്റേ കണ്ടെത്തിയത്. ഇത് ഒരുപാട് എന്താണ് ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ ഈ ഒരു ക്വസ്റ്റ്യനും. അതുപോലെ മനുഷ്യന്റെ കൈകളിലെ അസ്ഥികളുടെ ഫോട്ടോഗ്രാഫിക് ചിത്രം എക്സ്റേ ഉപയോഗിച്ചെടുത്തത് റോൺജൻ ആണ്.
മാംസപേശികളിലൂടെ കടന്നു പോകുന്നതും എല്ലുകളിലൂടെ കടന്നു പോകാത്തതുമാണ് എക്സ്റേ. ഈ ഒരു പോയിന്റ് നോട്ട് ചെയ്യട്ടോ. എക്സ്റേ എന്താണ്? മാംസപേശികളിലൂടെ കടന്നു പോകുന്നതും എന്നാൽ എല്ലുകളിലൂടെ കടന്നു പോകാത്തതുമാണ് എക്സ്റേ. അപ്പൊ എക്സ്റേ കണ്ടെത്തിയത് ആരാണ്? വിൽഹെം കോൺറാഡ് റോൺജൻ ആണ്. ജർമ്മൻ ഭൗതിക ശാസ്ത്രജ്ഞനാണ് കേട്ടോ. വർഷം 1895. ഇനി ഇവിടെ അസ്ഥിഭംഗം സംഭവിച്ചിട്ടുണ്ടെന്ന് എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? പരിക്കേറ്റ ഭാഗത്ത് വേദനയുണ്ടാവും, അതുപോലെ പരിക്കേറ്റ ഭാഗം അനക്കാൻ പ്രയാസം, സമാന ഭാഗങ്ങളുമായുള്ള വ്യത്യാസം. ഈ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഉടനെ പ്രഥമ ശുശ്രൂഷ നൽകണം. അപ്പൊ എന്താണ് ഈ പ്രഥമ ശുശ്രൂഷ നോക്കട്ടോ. പരിക്കേറ്റ ഭാഗം ചലിപ്പിക്കാതെ സൂക്ഷിക്കണം. അതിനായി പരിക്കേറ്റ ഭാഗം സ്പ്ലിന്റ് ഉപയോഗിച്ച് കെട്ടാം. മരം, ലോഹം, പ്ലാസ്റ്റിക് എന്നിവയിൽ ഏതെങ്കിലും കൊണ്ട് നിർമ്മിച്ച ഉറപ്പുള്ള താങ്ങുപലക കൊണ്ട് സ്പ്ലിന്റ് ഉണ്ടാക്കാം. പരിക്കേറ്റ ഭാഗം ചലിപ്പിച്ചു നോക്കരുത്. അസ്ഥിഭംഗം സംഭവിച്ച ഒരാൾക്ക് പ്രഥമ ശുശ്രൂഷ നൽകിയ ശേഷം ഉടൻ ആശുപത്രിയിൽ എത്തിക്കണം. ഇനി അടുത്തതായിട്ട് ബോക്സ് കൊടുത്തിട്ടുള്ളതാണ് മുട്ടുമാറ്റി വെക്കൽ. ശരീരഭാരം കൂടുന്നതും അസ്ഥികളിൽ കാൽസ്യം കുറയുന്നതും കാൽമുട്ടിന് തേയ്മാന പ്രശ്നങ്ങൾ ഉണ്ടാക്കും. പ്രായം കൂടുമ്പോഴും കാൽമുട്ട് വേദന വരും. വൈദ്യ പരിശോധനയ്ക്കു ശേഷം അസുഖമുള്ളതോ തേയ്മാനം വന്നതോ ആയ കാൽമുട്ടിലെ അസ്ഥികൾ നീക്കം ചെയ്യുകയും പകരം സെറാമിക്, ലോഹം, പ്ലാസ്റ്റിക് എന്നിവ ഉൾപ്പെടുന്ന കൃത്രിമ കാൽമുട്ട് സ്ഥാപിക്കുകയും ചെയ്യുന്നതാണ് മുട്ടുമാറ്റിവെക്കൽ. അപ്പൊ എന്താണ് പറഞ്ഞിട്ടുള്ളത്? വൈദ്യ പരിശോധനയ്ക്ക് ശേഷം അസുഖമുള്ളതോ തേയ്മാനം വന്നതോ ആയ കാൽമുട്ടിലെ അസ്ഥികൾ നീക്കം ചെയ്യുകയും പകരം സെറാമിക്, ലോഹം, പ്ലാസ്റ്റിക് എന്നിവ ഉൾപ്പെടുന്ന കൃത്രിമ കാൽമുട്ട് സ്ഥാപിക്കുകയും ചെയ്യുന്നതാണ് ഈ മുട്ടുമാറ്റിവെക്കൽ എന്ന് പറയുന്നത്. അപ്പൊ ഇത് 20 വർഷം വരെ ഫലപ്രദമായി പ്രവർത്തിക്കും. കാൽമുട്ട് മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് ശേഷം പുതിയ കാൽമുട്ടിൽ ചെറിയ ചില അസ്വസ്ഥതകൾ അനുഭവപ്പെടാം. മരുന്നുകൾ ഉപയോഗിച്ചും ഫിസിയോതെറാപ്പിയിലൂടെയും ഇത് മാറ്റിയെടുക്കാവുന്നതാണ്. അടുത്ത ഹെഡിംഗ് ആണ് അസ്ഥികളുടെ ആരോഗ്യത്തിന്. ആഹാരം ആരോഗ്യത്തിന് എന്ന പാഠത്തിൽ പോഷക ഘടകങ്ങളെ കുറിച്ച് നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ. അസ്ഥികളുടെ ആരോഗ്യത്തിന് ആവശ്യമായ ധാതുക്കൾ ഏതൊക്കെയാണെന്നാണ് കേട്ടോ. അപ്പോ നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പോഷക ഘടകങ്ങളെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. അപ്പോ അസ്ഥികളുടെ ആരോഗ്യത്തിന് ആവശ്യമായ ധാതുക്കൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഏതൊക്കെയായിരുന്നു? കാൽസ്യം, ഫോസ്ഫറസ്, മഗ്നീഷ്യം ഒക്കെ അസ്ഥികളുടെ ആരോഗ്യത്തിന് ആവശ്യമായിട്ടുള്ള ധാതുക്കളാണ്. അതുപോലെ എല്ല്, പല്ല് എന്നിവയുടെ ആരോഗ്യത്തിന് ആവശ്യമായ പോഷക ഘടകങ്ങളും അവയടങ്ങിയ ആഹാരവും പട്ടികപ്പെടുത്തു എന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ല്, പല്ല് എന്നിവയുടെ ആരോഗ്യത്തിന് ആവശ്യമായ പോഷക ഘടകങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയാണ്? കാൽസ്യം, ഫോസ്ഫറസ് ഒക്കെ ആവശ്യമാണ്. ഇതെന്താണ്? പിന്നെ നമ്മുടെ ശരീരം സ്വീകരിക്കണമെങ്കിൽ എന്താണ്? വൈറ്റമിൻ ഡിയും അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് കേട്ടോ. ഇനി ഇവിടെ ചെവിക്കുള്ളിലും അസ്ഥികൾ എന്ന് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ചെവിക്ക് 3 ഭാഗങ്ങളുണ്ട്. അതിൽ മധ്യകർണത്തിൽ 3 ചെറിയ അസ്ഥികളുണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. 3 ഭാഗങ്ങൾ നമുക്ക് കാണാം. ബാഹ്യകർണം, മധ്യകർണം, ആന്തരകർണം കേട്ടോ. അപ്പോ എന്താ പറയേണ്ടത്? മധ്യകർണത്തിൽ 3 ചെറിയ അസ്ഥികളുണ്ട്. ഇവയാണ് മാലിയസ്, ഇൻകസ്, ടേപ്പിസ്. ഇവയ്ക്ക് കമ്പനം ചെയ്യാൻ കഴിവുണ്ട്. ഇവയുടെ കമ്പനം മൂലമാണ് നാം ശബ്ദം കേൾക്കുന്നത്. അപ്പൊ ഇവ കമ്പനം ചെയ്യുമ്പോൾ ബാഹ്യകർണത്തിൽ നിന്ന് ആന്തരകർണത്തിലേക്ക് ശബ്ദം കൈമാറ്റം ചെയ്യപ്പെടുന്നു. നമ്മുടെ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥിയാണ് സ്റ്റേപ്പിസ്. ഏറ്റവും വലുത് തുടയലിലാണ്. അപ്പൊ എന്താ അവിടെ പറഞ്ഞിട്ടുള്ളത്? പിന്നെ നമ്മുടെ ചെവിക്ക് 3 ഭാഗങ്ങളുണ്ട്. ബാഹ്യകർണം, മധ്യകർണം, ആന്തരകർണം. അപ്പൊ മധ്യകർണത്തിൽ 3 അസ്ഥികളുണ്ട്. മാലിയസ്, ഇൻകസ്, ടേപ്പിസ്. അപ്പൊ ഇവയ്ക്ക് എന്താണ്? കമ്പനം ചെയ്യാനുള്ള കഴിവുണ്ട്. അപ്പൊ ഇവയുടെ കമ്പനം മൂലമാണ് നാം ശബ്ദം കേൾക്കുന്നത്. അപ്പൊ ഇമ്പോർട്ടന്റ് ആണ്. ഏതൊക്കെ? മാലിയസ്, ഇൻകസ്, ടേപ്പിസ് എന്നീ 3 അസ്ഥികൾ എവിടെയാണ് കാണപ്പെടുന്നത്? മധ്യകർണത്തിലാണ് കേട്ടോ. അപ്പൊ ഇവ കമ്പനം ചെയ്യുമ്പോൾ ബാഹ്യകർണത്തിൽ നിന്ന് ആന്തരകർണത്തിലേക്ക് ശബ്ദം കൈമാറ്റം ചെയ്യപ്പെടുന്നു. എവിടെയാണ് ഈ അസ്ഥികൾ കമ്പനം ചെയ്യുമെന്താണ്? ബാഹ്യകർണത്തിൽ നിന്ന് ആന്തരകർണത്തിലേക്ക് ശബ്ദം കൈമാറ്റം ചെയ്യപ്പെടുന്നു. അപ്പൊ നമ്മുടെ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥിയാണ് സ്റ്റേപ്പിസ്. അതുപോലെ ഏറ്റവും വലുത് തുടയലാണ് കേട്ടോ. അപ്പൊ നമ്മുടെ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥിയായ സ്റ്റേപ്പിസ് എവിടെയാണ് കാണപ്പെടുന്നത്? നമ്മുടെ ചെവിക്കുള്ളിലെ മധ്യകർണത്തിലാണ്. അടുത്ത ഹെഡിംഗ് ആണ് അസ്ഥികൂടം പുറത്തും. ഇതുവരെ നമ്മൾ ചർച്ച ചെയ്തത് ആന്തരാസ്ഥികൂടമുള്ള ജീവികളെ കുറിച്ചാണല്ലോ. അസ്ഥികൂടം ശരീരത്തിന് പുറത്തു കാണുന്ന ജീവികളുണ്ടോ? ചിത്രത്തിൽ കാണുന്ന ജീവി ഏതാണ്? ഇതിന്റെ അസ്ഥികൂടം എവിടെയാണെന്ന് നിരീക്ഷിച്ചിട്ടുണ്ടോ? നമുക്കറിയാം ഒച്ചാണല്ലേ. ഒച്ചിന്റെ ചിത്രമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതിന്റെ അസ്ഥികൂടം പുറത്താണ്. അപ്പൊ താഴെ നൽകിയിരിക്കുന്ന ജീവികളെ നിരീക്ഷിക്കൂ. ഇവയ്ക്ക് അസ്ഥികൂടമുണ്ടോ? ഇവയുടെ അസ്ഥികൂടം എവിടെയാണ് കാണപ്പെടുന്നത്? അപ്പൊ നമുക്കറിയാം ഇതിനൊക്കെ എന്താണ്? ബാഹ്യാസ്ഥികൂടം ഉണ്ട് അല്ലെ. പുറത്താണ് ഇതിന്റെ അസ്ഥികൂടം കാണപ്പെടുന്നത്. ഇതിനെ ബാഹ്യാസ്ഥികൂടം എന്നാണ് പറയുന്നത്. അപ്പൊ ഈ ജീവികൾക്കെല്ലാം ബാഹ്യാസ്ഥികൂടമാണുള്ളത്. ഇവയുടെ പേര് കണ്ടെത്തി എഴുതൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒന്നാമത്തത് വണ്ടിന്റെ ചിത്രമാണ് അല്ലെ. രണ്ടാമത്തത് നമുക്കറിയാം എന്ത്? ചെമ്മീന്റെ ചിത്രമാണ്. പിന്നെ മൂന്നാമത്തത് എന്താണ്? പിന്നെ പാറ്റയുടെ ചിത്രമാണ്. നാലാമത്തത് പഴുതാര, അഞ്ചാമത്തത് ഞണ്ട്. ഇവക്കൊക്കെ എന്താണ്? ബാഹ്യാസ്ഥികൂടമാണ് ഉള്ളത്. പുറത്താണ് അതിന്റെ അസ്ഥികൂടം കാണപ്പെടുന്നത്.
പുറന്തോടുകൾ എങ്ങനെയാണ് ഈ ജീവികൾക്ക് പ്രയോജനകരമാകുന്നത്? ശരീരത്തെ സംരക്ഷിക്കുന്നതിനും ആകൃതി നൽകുന്നതിനും ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടുന്നതിനും പുറന്തോടുകൾ സഹായിക്കുന്നു. ശരീരത്തെ സംരക്ഷിക്കുന്നതിനും ആകൃതി നൽകുന്നതിനും ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടുന്നതിനും പുറന്തോടുകൾ സഹായിക്കുന്നു. ബാഹ്യാസ്ഥികൂടവും ആന്തരാസ്ഥികൂടവും എക്സോസ്കെൽട്ടൺ ആൻഡ് എൻഡോസ്കെൽട്ടൺ ആണ് കേട്ടോ. അപ്പൊ ഒച്ച്, ചിലതരം വണ്ടുകൾ, ചിപ്പി, ഞണ്ട് തുടങ്ങിയ ജീവികൾക്ക് കട്ടി കൂടിയ പുറന്തോടുണ്ട്. പഴുതാര, തേരട്ട, പാറ്റ, കൊഞ്ച് തുടങ്ങിയ ജീവികൾക്ക് താരതമ്യേന കട്ടി കുറഞ്ഞ പുറന്തോടാണ് ഉള്ളത്. അപ്പൊ ശരീരത്തിന് പുറത്തുള്ള ഇത്തരം ആവരണങ്ങളെ ബാഹ്യാസ്ഥികൂടം എന്ന് പറയുന്നു. ഇപ്പൊ പൂച്ച, തവള, എലി, പശു, മനുഷ്യൻ തുടങ്ങിയ ജീവികൾക്ക് ശരീരത്തിനകത്താണ് അസ്ഥികൂടം. ഇത് ആന്തരാസ്ഥികൂടമാണ്. അപ്പോൾ ശരീരത്തിന് പുറത്തുള്ള അസ്ഥികൂടങ്ങൾ എന്താണ്? ബാഹ്യാസ്ഥികൂടം എന്ന് പറയുന്നു. ശരീരത്തിന് അകത്തുള്ള അസ്ഥികൂടമാണ് ആന്തരാസ്ഥികൂടം. അപ്പോൾ ഒരു ജീവിയിൽ തന്നെ ബാഹ്യാസ്ഥികൂടവും ആന്തരാസ്ഥികൂടവും കാണപ്പെടുന്നു. മുതല, ആമ എന്നീ ജീവികളിൽ ഏത് തരം അസ്ഥികൂടമാണ് കാണപ്പെടുന്നത്? നമുക്കറിയാം, മുതല, ആമ എന്നീ ജീവികളിലൊക്കെ എന്താണ്? ബാഹ്യാസ്ഥികൂടവും അതുപോലെ ആന്തരാസ്ഥികൂടവും കാണപ്പെടുന്നുണ്ട് അല്ലെ. അടുത്ത ഹെഡിങ് ആണെന്ത്? അടുത്തതായിട്ട് ഇവിടെ ബോക്സ് കൊടുത്തിട്ടുള്ളതാണ് ബാഹ്യാസ്ഥികൂടം. നട്ടലില്ലാത്ത മിക്ക ജീവികൾക്കും ബാഹ്യാസ്ഥികൂടമാണുള്ളത്. ബാഹ്യാസ്ഥികൂടമുള്ള ജീവികളിൽ ഏറ്റവും കൂടുതലുള്ളത് പ്രാണികളാണ്. ബാഹ്യാസ്ഥികൂടം കാലക്രമേണ പൊഴിച്ചു കളയപ്പെട്ടേക്കാം. ആന്തരാസ്ഥികൂടമുള്ള ജീവികളിൽ ബാഹ്യാസ്ഥികൂടത്തിന് സമാനമായ ചില ഭാഗങ്ങളുണ്ട്. മത്സ്യങ്ങളുടെയും ഉരഗങ്ങളുടെയും ചെതമ്പലുകൾ, പക്ഷിജന്തുക്കളിലെ പക്ഷികളുടെ തൂവലുകൾ, ജന്തുക്കളിലെ രോമങ്ങൾ, നഖം, കൊമ്പ്, കുളമ്പ് എന്നിവ ഉദാഹരണങ്ങളാണ്. അപ്പൊ എന്താ ഇവിടെ പറഞ്ഞത്? നട്ടിലില്ലാത്ത മിക്ക ജീവികൾക്കും എന്താണ്? നട്ടിലില്ലാത്ത മിക്ക ജീവികൾക്കും ബാഹ്യസ്ഥികൂടമാണുള്ളത്. അപ്പൊ ബാഹ്യാസ്ഥികൂടമുള്ള ജീവികളിൽ ഏറ്റവും കൂടുതൽ പ്രാണികളാണ് കേട്ടോ. അപ്പൊ ബാഹ്യാസ്ഥികൂടം കാലക്രമേണ പൊഴിച്ചു കളയപ്പെട്ടേക്കാം. അപ്പൊ ആന്തരാസ്ഥികൂടമുള്ള ജീവികളിൽ ബാഹ്യാസ്ഥികൂടത്തിന് സമാനമായ ചില ഭാഗങ്ങളുണ്ട്. അതേതൊക്കെയാണ്? മത്സ്യങ്ങളുടെയും ഉരഗങ്ങളുടെയും ചെതുമ്പലുകൾ, അതുപോലെ പക്ഷികളുടെ തൂവലുകൾ, ജന്തുക്കളിലെ രോമങ്ങൾ, നഖം, കൊമ്പ്, കുളമ്പ് എന്നിവയൊക്കെ എന്താണ്? ബാഹ്യാസ്ഥികൂടത്തിന് ഉദാഹരണങ്ങളാണ് കേട്ടോ. അടുത്തതായിട്ട് ഇവിടെ ബാഹ്യാസ്ഥികൂട വിസ്മയങ്ങൾ ഒരുക്കാം. താഴെ കൊടുത്ത ചിത്രങ്ങൾ നോക്കൂ. ഇത്തരം കരകൗശല വസ്തുക്കൾ കണ്ടിട്ടില്ലേ? ഇവയെല്ലാം ജീവഹാനി വന്ന പലതരം ജീവികളുടെ ബാഹ്യാസ്ഥികൂടം ഉപയോഗിച്ച് നിർമ്മിച്ചവയാണ്. അപ്പൊ നിങ്ങളുടെ ചുറ്റുപാടും ലഭ്യമാകുന്ന ഇത്തരത്തിലുള്ള ചിപ്പി, കക്ക, ശംഖ് തുടങ്ങിയ ബാഹ്യാസ്ഥികൂടങ്ങൾ ഉപയോഗിച്ച് കരകൗശല വസ്തുക്കൾ നിർമ്മിച്ച് പ്രദർശിപ്പിക്കാനാട്ടോ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ചാപ്റ്റർ ഉള്ളത് കേട്ടോ. ഇനി നമുക്ക് ഇതിന്റെ വിലയിരുത്താന്നുള്ള ഭാഗം കൂടി ഒന്ന് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? താഴെ കൊടുത്തവയിൽ അസ്ഥികൂടത്തിന്റെ ധർമ്മങ്ങളിൽ പെടാത്തത് ഏതെന്നാണ് കേട്ടോ. ഏതൊക്കെയാണ്? ആകൃതി നൽകുന്നു, ഉറപ്പ് നൽകുന്നു, സംരക്ഷണം നൽകുന്നു, ഊർജം നൽകുന്നു. ഇതിൽ ഏതാണ് ധർമ്മങ്ങളിൽ പെടാത്തത്? ഊർജം നൽകുന്നു എന്നുള്ളതാണ് കേട്ടോ ധർമ്മങ്ങളിൽ പെടാത്തത്. ആകൃതി നൽകുന്നു, ഉറപ്പ് നൽകുന്നു, സംരക്ഷണം നൽകുന്നു എന്നിവയൊക്കെ എന്താണ്? അസ്ഥികൂടത്തിന്റെ ധർമ്മങ്ങളാണ്. അടുത്തത് ശരിയായവ തമ്മിൽ വരച്ചു യോജിപ്പിക്കുക എന്നാണ് കേട്ടോ അടുത്തത്. ബോൾ ആൻഡ് സോക്കറ്റ് സന്ധി, വിജാഗിരി സന്ധി, പിവറ്റ് സന്ധി ഇവ മൂന്നുമായിട്ട് ബന്ധപ്പെട്ട പ്രസ്താവനകളായിട്ട് വരച്ചു യോജിപ്പിക്കാനാണ് കേട്ടോ ഇവിടെ പറഞ്ഞത്. ആദ്യത്തേത് ബോൾ ആൻഡ് സോക്കറ്റ് സന്ധിയാണ് കേട്ടോ. ഇതുമായിട്ട് ബന്ധപ്പെട്ട പ്രസ്താവന ഏതാണ്? ഒരസ്ഥിയുടെ അറ്റത്തുള്ള ഇരുണ്ട ഭാഗം മറ്റൊരു അസ്ഥിയുടെ കുഴിയിൽ തിരിയുന്നു എന്നുള്ളതാണ് അല്ലെ. അടുത്തത് വിജാഗിരി സന്ധിയാണ്. വിജാഗിരി സന്ധി ഒരു ഭാഗത്തേക്ക് മാത്രം ചലിപ്പിക്കാൻ കഴിയുന്നതാണ് വിജാഗിരി സന്ധി. അത് നമ്മളെ ഡോറൊക്കെ പോലെ തുറക്കുന്നത് പോലെ എന്താണ്? വിജാഗിരി സന്ധി എങ്ങനെയാണ്? ഒരു ഭാഗത്ത് മാത്രം ചലിപ്പിക്കാൻ കഴിയുന്നു. അതായത് പിവറ്റ് സന്ധിയാണ് കേട്ടോ. ഒരസ്ഥി മറ്റൊന്നിൽ ഇരുവശത്തേക്കും തിരിയുന്നു. നമ്മുടെ കഴുത്തിലൊക്കെ കാണുന്ന സന്ധിയാണ് പിവറ്റ് സന്ധി. ഓക്കെ. അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? അസ്ഥികളുടെ ആരോഗ്യത്തിന് ഏതെല്ലാം ഭക്ഷ്യവസ്തുക്കൾ ആഹാരത്തിൽ ഉൾപ്പെടുത്തണം? നമുക്കറിയാം കാൽസ്യം എല്ലുകളുടെ പ്രധാന ഘടകമാണല്ലേ. അപ്പൊ കാൽസ്യം അടങ്ങിയിട്ടുള്ള പാലുൽപ്പന്നങ്ങൾ, പാല്, തൈര്, അതുപോലെ വെണ്ണ തുടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങളും അതുപോലെ തന്നെ എന്താണ്? ഇലക്കറികൾ, പച്ചക്കറികൾ, മാംസ്യം, അതുപോലെ മത്സ്യം, പിന്നെന്താണ്? പിന്നെ പയറുൽപ്പന്നങ്ങൾ ഇതൊക്കെ നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം. അതുപോലെ മഗ്നീഷ്യം അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തണം. അതുപോലെ ഫോസ്ഫറസ് അടങ്ങിയിട്ടുള്ള ഭക്ഷണ സാധനങ്ങളും ഉൾപ്പെടുത്തണം. അടുത്തത് നാലാമത്തത് എന്താണ്? ഫുട്ബോൾ കളിക്കിടയിൽ നിങ്ങളുടെ കൂട്ടുകാരൻ വീണ് കൈക്ക് ഒടിവ് പറ്റി. നിങ്ങൾ എന്ത് പ്രഥമ ശുശ്രൂഷയാണ് നൽകുക എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ പ്രഥമ ശുശ്രൂഷ നൽകുന്നതിനെ പറ്റി നമ്മൾ പാഠഭാഗത്ത് കണ്ടിട്ടുണ്ട് അല്ലെ. എന്താണ്? പരിക്കേറ്റ ഭാഗം അനങ്ങാതെ സൂക്ഷിക്കണം അല്ലെ. അതിനായിട്ട് എന്താണ്? സ്പ്ലിന്റ് ഉപയോഗിച്ച് ആ ഒരു ഭാഗത്ത് കെട്ടണം. അതിനുശേഷം ഉടനെ ആശുപത്രിയിൽ എത്തിക്കണം. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ചാപ്റ്റർ കേട്ടോ. ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കമന്റ് ചെയ്യണം കേട്ടോ. അതുപോലെ ആരെങ്കിലും ടെലിഗ്രാമിൽ ജോയിൻ ചെയ്യാത്തതുണ്ടെങ്കിൽ ഉടൻ തന്നെ ജോയിൻ ചെയ്യണേ. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു.